കൂട്ടാത്മഹത്യയിലെ ഞെട്ടൽ മാറാതെ അയൽവാസികൾ. ഈ കൂട്ട ആത്മഹത്യാ ശ്രമം നടന്ന മടക്കനായ്ക്കൽ സിബിയുടെ വീടാണ് നമുക്ക് പശ്ചാത്തലത്തിൽ കാണാൻ സാധിക്കുന്നത്. പഴഞ്ഞി മടക്കനായ്ക്കൽ സിബി കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഖത്തറിൽ നിന്ന് നാട്ടിലെത്തിയത്. അദ്ദേഹം ഖത്തറിൽ ഡിസൈനറായിരുന്നു. ഈ നാട്ടിലെത്തി, പക്ഷേ ഇന്ന് പുലർച്ചെയാണ് ഈ വിവരം, ഈ കൂട്ട ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വിവരം നാടറിയുന്നത്, പോലീസ് അറിയുന്നത്. പോലീസാണ് ആദ്യം അറിഞ്ഞത് അല്ലേ? അതെ അതെ, സ്റ്റേഷനിൽ വിളിച്ച് ഈ ആദിത്യൻ, ഈ സിബിയുടെ മകനായ ആദിത്യൻ സ്റ്റേഷനിൽ വിളിച്ച് അറിയിക്കുകയായിരുന്നു. ഇങ്ങനെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ച് കിടക്കുകയാണ്, പോലീസ് വേഗം വേണമെന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിലേക്ക് വിളിച്ച് അറിയിക്കുന്നു. അപ്പോൾ സ്റ്റേഷനിൽ വിളിച്ച് അറിയിച്ചതിന് ശേഷം പിന്നീട് പയ്യൻ എന്നെ കോൺടാക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പയ്യനോട് പറഞ്ഞു, മോനെ എന്താണെന്ന് വെച്ചപ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു വന്നപ്പോൾ ഞങ്ങളും വല്ലാണ്ട് ആശങ്കപ്പെട്ടു. അന്നേരം ഞാൻ പറഞ്ഞു, മോനെ സമയം വളരെ ലിമിറ്റാണ്, നമുക്ക് ഇനി വേഗം സമയം കളയാതെ തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ആൾക്കാരെ വിളിക്കുക, അപ്പോഴേക്കും അതിനകത്ത് ഞങ്ങൾ പോലീസോടെ എത്തിക്കും പറഞ്ഞു. അപ്പോൾ അത് പ്രകാരം ഇപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ സുധാകരൻ എന്നുള്ള ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് വിവരം പറയുന്നു. അദ്ദേഹം ഞാൻ അവരോട് മോനെ ഫോൺ അടുത്ത വീട്ടിലെ ചേട്ടൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അതിന് ഫോണ് അവിടെ കൊടുത്തപ്പോൾ ഞാൻ ചോദിക്കുകയെന്നപ്പോൾ സുധാകരനോട് ചോദിച്ചു എന്താ ഉണ്ടായി ചോദിച്ചപ്പോൾ ഇങ്ങനെ മരിച്ചു കിടക്കുന്നുണ്ട് സിബിയുടെ ഭാര്യ ബീന, അതുപോലെ മകളും 2 ദിവസം വേണ്ടി മരിച്ചു കിടക്കുന്നുണ്ട്, മറ്റേ അദ്ദേഹത്തിനൊക്കെ കാണാനില്ല, മകനും ഇങ്ങനെ സമീപമുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നു എത്രയും പെട്ടെന്ന് ഞങ്ങൾ എത്താം അതുകൊണ്ട് ഞങ്ങൾ വേഗം സ്റ്റേഷനിൽ ജീപ്പായിട്ട്. സ്റ്റേഷനിൽ ജീപ്പിൽ തന്നെയാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചതല്ലേ? എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ളൊരു ഇത്. ഇവിടെ വന്ന വഴിക്ക് ആദ്യം നമ്മൾ വിളിച്ചത് ആംബുലൻസിനാണ് ഫസ്റ്റ് വിളിച്ച്. പിന്നീട് ഞങ്ങൾ ഈ പയ്യൻ തന്നെ പറഞ്ഞ അച്ഛൻ കിണറ്റിലായിരുന്നു, ആംബുലൻസ് അറിയിച്ചു. ഇതോടൊപ്പം തന്നെ ഞങ്ങളുടെ മേലാധികാരികൾ അപ്പം തന്നെ ഞങ്ങൾ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് മേലാധികാരികളെ അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് ആംബുലൻസ് വരാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഈ ഇവർക്ക് മിടിപ്പുണ്ടായിരുന്നു, ബീനയ്ക്ക്, സിബിയുടെ ഭാര്യ ബീനയ്ക്ക് മിടിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അന്നേരം തന്നെ ഇവനെ ബീനേനെയും ഇവനെയും ഈ കുട്ടിയും ആദ്യത്തിനും വിഷം കഴിച്ചിട്ടുണ്ടായിരുന്നു, ഇവനെയും ഒന്നിച്ച് ജീപ്പിൽ കയറ്റിയിട്ട് നമ്മൾ താലൂക്ക് ഹോസ്പിറ്റലുണ്ട്. ഈ കുട്ടി പറഞ്ഞപ്പോഴാണ് അടുത്ത വീട്ടിൽ കുട്ടി ആദിത്യൻ പറഞ്ഞിട്ടാണ്, ഞാനാണ് ആദിത്യനോട് പറയുന്നത് അടുത്ത വീട്ടിൽ നിന്ന് ആളെ വിളിക്കാൻ. അങ്ങനെ ആദിത്യൻ അടുത്ത വീട്ടിൽ നിന്ന് ആളെ വിളിക്കുന്നത്. ആദിത്യൻ ആളെ വിളിക്കുമ്പോഴേക്കും ഞങ്ങളിവിടെ എത്തി, അങ്ങനെ അറിയുന്നത്. വളരെ ദുഃഖകരമായ ഒരു സംഭവം, പഴഞ്ഞി നടുങ്ങിയ ഒരു സംഭവം തന്നെ. ഇപ്പോൾ വീട്ടിലേക്ക് ഇനി കൂടുതൽ ഫോറൻസിക്കിൻ്റെ പരിശോധനകൾക്ക് മുതിരുകയാണ്. എന്തായാലും പറയാനുള്ളത്, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നാടിനെ നടുക്കിയ ദുരന്തത്തിൽ 4 പേർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പ്രത്യേകിച്ച് സിബിയെല്ലാം, ഈ കുടുംബമെല്ലാം, സമീപത്തൊക്കെ നിരവധി വീടുകളുണ്ട്, പക്ഷെ അവരാരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ആദിത്യൻ മകൻ പോലീസിലേക്ക് അറിയിച്ചപ്പോഴാണ് അവരെല്ലാവരും ഇത് അറിയുന്നത്. പോലീസ് തന്നെയാണ് അടുത്ത വീട്ടിൽ അറിയിക്കാനും പറയുന്നത്. ഇപ്പോൾ 2 പേർ മരണപ്പെട്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പഴഞ്ഞിയിൽ നിന്നും TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ.